നിവേദനം ചെയ്യുന്ന ഹദീത്താണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുസ്തഫായ നബി തങ്ങൾ പറയാണ്, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ മാഹും ബി അംബിയ വലാ ശുഹദാ യഗ്ബിതുഹുമുൽ അംബിയ വശുഹദാ യൗമൽ ഖിയാമത്തി ബിമകാനിഹിം മിനല്ലാഹി തആല. അതായത്, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അവർ വലിയ ഉഷാറുള്ള ആൾക്കാരാണ്, വലിയ മഹത്വമുടയ ആൾക്കാർ. അവർക്ക് അള്ളാഹു പരലോകത്ത് ഒരുപാട് വലിയ സ്ഥാനമാനങ്ങളും മഹത്വങ്ങളൊക്കെ കൊടുക്കും. അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ട്, അതിൽ പെടാൻ നോക്കുക. മാഹുംബി അംബിയ വല ശുഹദ, അവർ അമ്പിയാക്കളൊന്നുമല്ല, നബിമാരോ ഷഹീദായ ആൾക്കാരോ ശുഹദാക്കളൊന്നുമല്ല. എന്നിട്ട് പോലും അവർക്ക് വലിയ സ്ഥാനം അള്ളാഹിൻ്റെ അടുത്തുണ്ട്. യഗ്ബിതുഹുമുൽ അംബിയാഉ വശുഹദാഉ യൗമൽ ഖിയാമ ബിമകാനിഹിം മിനല്ലാഹ്, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനങ്ങളും ബഹുമതികളും അവർക്ക് അള്ളാഹു കൊടുക്കുന്ന സ്ഥാനമാനങ്ങളും ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളൊക്കെ കാണുമ്പോൾ അമ്പിയാക്കൾക്ക് പോലും അവരോട് അസൂയ തോന്നും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഷഹീദായ ശുഹദാക്കൾക്ക് പോലും അവരോട് അസൂയ തോന്നും. അതിനു മാത്രം അസൂയ തോന്നുമെന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്ഥാനത്തെ ആഗ്രഹിക്കും. അമ്പിയാക്കൾ പോലും ആഗ്രഹിക്കും, അവരുടെ അടുത്ത ഭാഗത്ത് അവരുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ എന്ന് അമ്പിയാക്കൾ പോലും വിചാരിക്കുന്ന അർത്ഥം, അല്ലാതെ മോശപ്പെട്ട അസൂയല്ല. അപ്പൊ ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട് കേട്ടോ. ആ ആൾക്കാർ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു അവരെ വല്ലാത്ത സ്ഥാനങ്ങൾ കൊടുത്ത് ആദരിക്കുകയും വലിയ 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 പ്രതിഫലങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അത് കാണുമ്പോൾ നബിമാർ പോലും ശുഹദാക്കൾ പോലും കൊതിച്ചു പോകും, അവരുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ. അവർക്ക് അത്രയും വലിയ സ്ഥാനങ്ങളും വലിയ വിഭവങ്ങളും പടച്ചവൻ കൊടുക്കുന്നുണ്ടല്ലോ, ആരാപ്പത്? അവരുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ മതിയായിരുന്നു, ഞങ്ങൾക്കും അത്ര കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ പോലും ആഗ്രഹിച്ചു. അപ്പോ കാലു, ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, തുഖ്ബിറുനാ മൻഹും, ആരാപ്പത്? ആരാണ് ടീം? ജനങ്ങളിൽ നിന്ന്, സാധാ ജനങ്ങളിൽ നിന്ന് ചില മനുഷ്യന്മാർ അവർക്കുള്ള സ്ഥാനങ്ങളും മഹത്വങ്ങളൊക്കെ കാണുമ്പോൾ നബിമാർ പോലും കൊതിച്ചു പോകുന്നു പറഞ്ഞല്ലോ, ആരാപ്പത്? കാല, അപ്പൊ പറഞ്ഞു, ഹും ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാഹി അലാ ഗൈരി അർഹാമിൻ, അത് ഒരു കൂട്ടായ്മയാണ്. അതായത് അവർ കുടുംബക്കാരൊന്നുമല്ല, രക്തബന്ധവും അവർക്കിടയിലില്ല, കുടുംബബന്ധമൊന്നുമില്ല. ഏതൊക്കെ നാട്ടിലുള്ള ഏതൊക്കെ കുടുംബങ്ങളിലുള്ള കുറെ ആൾക്കാർ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ച് സ്നേഹിതന്മാരായി സൗഹാർദ്ദം സ്ഥാപിച്ച് കൂട്ടുകെട്ടി ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചങ്ങായിമാരായി കഴിഞ്ഞുകൂടിയ നല്ല കൂട്ടായ്മകളാണ്. അവർ കൗമൻ, ഒരു പറ്റം ജനങ്ങളാണ്, കൂട്ടായ്മയാണ്, ജനക്കൂട്ടാണ്. അവര് തഹാബു ഫിൽ ബിറൂഹില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹുവിനക്ക് വേണ്ടി അവർ പരസ്പരം സ്നേഹിച്ചു. അവർ ഭയങ്കര ബന്ധവും സൗഹൃദവും ഫ്രണ്ട്ഷിപ്പാണ്. ശംഖുബ്രോ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര സുഹൃത്തുക്കളാണ് അവര്. അലാ ഗൈരി റഹീം, ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊന്നുമല്ല. ബഷീർ ഉണ്ട്, കബീർ ഉണ്ട്, സുലൈമാൻ ഉണ്ട്, അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു കൂട്ടായ്മ. അവരൊരു പല കുടുംബത്തിൽപ്പെട്ടതാണ്, പല നാട്ടില് പല തറവാട്ടിലൊക്കെ ഉണ്ടായ ആൾക്കാരാണ്. പക്ഷെ അവർ നല്ലൊരു കൂട്ടായ്മയാണ്, ഒരുമിച്ചിരുന്ന് നല്ല കാര്യം ചെയ്യും, അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിതന്മാരായി നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഉദാഹരണം, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ലൊരു കൂട്ടം അവർക്കുണ്ടായിരുന്നു, നല്ല കൂട്ടുകെട്ട് അവർക്കുണ്ടായിരുന്നു. അവര് പരസ്പരം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സ്നേഹിച്ചതൊന്നുമല്ല, മുതൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസൂലാക്കാൻ വേണ്ടിയിട്ട്, ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം കൂടിയൊന്നുമല്ല. അവരതൊന്നുമല്ല, അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടെ ഓരോരുത്തരും ഭയങ്കര സ്നേഹം, ഭയങ്കര സൗഹാർദ്ദം പുലർത്തിയ ചില കൂട്ടായ്മകളാണ് അവര്. യതആതൗനഹ ഫവല്ലാഹി വലാ അംവാലിൻ യതആതൗനഹ, മുതല് കൊടുക്കാനും കിട്ടാനും വേണ്ടിയിട്ട് നല്ലത്. അവർ അള്ളാഹിന്റെ ഭാഗത്ത് സ്നേഹിച്ചൊരു കൂട്ടായ്മ. ഫവല്ലാഹ്, പടച്ചോനാണ് സത്യം, അന്ന വുജൂഹഹും ലനൂറുൻ വഇന്നഹും അലാ നൂർ, നാളെ പരലോകത്ത് വരുമ്പോൾ അവരുടെ മുഖങ്ങളൊക്കെ പ്രകാശപൂരിതമായിരിക്കും, പ്രസന്ന മുഖവും പ്രശോഭിത മുഖവുമായി സുസ്മേരവതരായി മുഖം തന്നെ പ്രകാശമായിരിക്കും. അത്രയും നല്ല സന്തോഷത്തിലും വലിയ വെളിച്ചത്തിലും ഇവർ നാളെ പരലോകത്ത് വരും. വഇന്നഹും അലാ നൂരിൻ, അവർ പ്രകാശത്തിന്റെ മേലായിരിക്കും. ലാ യഖാഫൂന ഇദാ ഖാഫൻ നാസ്, എല്ലാവരും പേടിച്ച് ബേജാറായി അന്താളിച്ച് മഹ്ശറയുടെ വിചാരണയും നന്മ തിന്മ തൂക്കലും
അവിടെയൊക്കെ പുകയായിരിക്കും. അതിലൊക്കെ എല്ലാവരും ബേജാറായി അന്താളിച്ച് നിൽക്കുമ്പോൾ ഇവർക്കൊരു പേടിയും കൂസലും ഉണ്ടാവില്ല. ഇവരവിടെ ഹാപ്പി ആയിരിക്കും. വലാ യഹ്സനൂൻ ലാ യഖാഫൂൻ, അവർക്കൊരു പേടി ഉണ്ടാവില്ല. ഇദാ ഖാഫന്നാസ്, എല്ലാവരും പേടിക്കുമ്പോൾ ഒരു പേടിക്കണില്ല. വലാ യഹ്സനൂൻ ഇദാ ഹസനന്നാസ്, ജനങ്ങളൊക്കെ ദുഃഖിതരാകുമ്പോൾ ആകെ പേടിച്ച് അന്താളിച്ച് നിൽക്കുമ്പോൾ ഇവർക്കൊരു പേടിയും ബേജാറൊന്നും ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു റസൂൽ ആയത്തോതി അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിച്ച ആൾക്കാർ, അള്ളാഹുവിൻ്റെ ആൾക്കാർ, അവർക്ക് പേടിയും ബേജാറൊന്നും ഉണ്ടാവില്ല എന്ന ആയത്ത് പോരി. ഈ ഒരു ഹദീസിൽ നിന്ന് കിട്ടുന്നത് ഇന്ന് ധാരാളം കൂട്ടായ്മകൾ അധികരിച്ച കാലഘട്ടമാണ്. +2 ബാച്ച് ഒരു കൂട്ടായ്മ, SLC ബാച്ച് വേറെ കൂട്ടായ്മ കേട്ടോ, അല്ലെങ്കിൽ 9ാം ക്ലാസ് പഠിച്ചിരുന്നത്തെ കൂട്ടായ്മ, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് എന്നോ ടൂർ കഴിഞ്ഞ് അപ്പോൾ അതിനൊരു കൂട്ടായ്മ വാട്സപ്പ്, അല്ലെങ്കിൽ ഒരുമിച്ചെന്നോ ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരിക്കൽ ഇത് ട്രെയിനിൽ പരിചയപ്പെട്ടത്, അപ്പോൾ ആ ബോഗിയിൽ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് വാട്സപ്പ് കൂട്ടായ്മ. ഇന്ന് അങ്ങനത്തെ ഒരു ലോകമാണ്. എന്നിട്ട് അതൊക്കെ ദുരുപയോഗം ചെയ്യാം. ദുരുപയോഗം ചെയ്ത് അതിനാലുണ്ടാകുന്ന നാശങ്ങളും കുടുംബ കലഹങ്ങളൊക്കെ വേറെ ധാരാളമുണ്ട്. ഇത് അങ്ങനൊന്നുമല്ല. അവർ ഒരുമിച്ച് ഇടുന്നോ പരിചയപ്പെട്ട് കേട്ടോ, ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ഇടുന്നൊക്കെ അങ്ങനെ ഭയങ്കര സ്നേഹിതന്മാരായി, ഭയങ്കര സൗഹാർദ്ദം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, അങ്ങോട്ട് അസുഖമായാൽ കാണാൻ പോവും, മരിച്ചാൽ ഇങ്ങോട്ട് വരും. അങ്ങനെ അവർ സുഖദുഃഖങ്ങളിൽ എല്ലാം ഷെയർ ചെയ്തും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് ആത്മാർത്ഥമായ ബന്ധം. അങ്ങനെ അള്ളാഹിന്റെ മാർഗത്തിൽ നല്ല ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവരെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പൊ കൂട്ടായ്മ വേണം, നമുക്ക് സുഹൃത്തുക്കളൊക്കെ വേണം. ആരുമില്ലാതെ എല്ലാവരോടും അങ്ങനെയല്ല, കുറച്ച് നമുക്ക് ആത്മാർത്ഥമായി ബന്ധമുള്ളവർ വേണം. അത്തരം കൂട്ടായ്മകൾ, അതായത് അത്തരം കൂട്ടുകെട്ടുള്ള ആൾക്കാർ, അവരെ പറ്റിയാണ് നബിതങ്ങൾ പറഞ്ഞത്. അവർക്ക് അള്ളാഹു ആ സ്നേഹം ദുന്യാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് കൊണ്ട്, ആ സൗഹാർദ്ദം സ്ഥാപിച്ചത് കൊണ്ട് പരലോകത്ത് പടച്ചവും കൊടുക്കുന്ന കൂലിയും പുണ്യങ്ങളൊക്കെ കാണുമ്പോൾ അമ്പിയാക്കൾ പോലും മൂക്കത്ത് വിരലച്ചിട്ട് പടച്ചോനെ എന്ത് നന്മ ഇപ്പം അവർ ദുന്യാവിൽ ചെയ്ത്, അതിന് മാത്രം പുണ്യം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് പോലും ഇല്ലാത്തതാണല്ലോ, ഞങ്ങൾക്ക് അത് അത്ര കിട്ടിയില്ലെങ്കിൽ എന്ന് അമ്പിയാക്കൾ പോലും കൊതിച്ചു പോകും. എന്താ അവർ ചെയ്ത പണി? ദുന്യാവിൽ പരസ്പര സ്നേഹം പുലർത്തി എന്നുള്ളതാണ്. ഇന്ന് ബന്ധങ്ങളൊക്കെ ചൂഷണത്തിന് വേണ്ടി വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറേ കാലം സൗഹൃദം സ്ഥാപിച്ച് പൈസ കടം വാങ്ങി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറേ കാലം ഉറ്റ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് പാർട്ട്ണർഷിപ്പ് വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പത്ത് വാങ്ങിയിട്ട് കുറച്ച് ലാഭം കൊടുത്ത് പിന്നെ മുക്കി അത് വഞ്ചിക്കുക, ചതിക്കുക. അല്ലെങ്കിൽ തൻ്റെ ഉറ്റ സുഹൃത്തിനോട് ബന്ധം പുലർത്തുന്നത് അവൻ്റെ ഭാര്യയോട് ബന്ധപ്പെടാനാണ്. അങ്ങനെ അവരെ പെരയൊക്കെ ഒരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആ ബന്ധം പുലർത്തിയിട്ട് ചൂഷണം ചെയ്യുക. ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് നടക്കുന്നത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇതങ്ങനൊന്നുമല്ല. ഹും ഖൗമുൻ തഹാബ്ബു അലാ ഗൈരി റഹാമിൻ ബൈനഹും വലാ അംവാലിൻ യതആതൗനഹ. വേറൊരു ദുന്യാവിന്റെ ലക്ഷ്യവും ഭൗതികമായ ഒരു ലക്ഷ്യവും ഒന്നുമില്ലാതെ കറ കളഞ്ഞ അൺകണ്ടീഷണബിൾ എന്ന് പറയല്ലോ, ഒരു നിബന്ധനകളും വെക്കാതെ ആത്മാർത്ഥ ബന്ധം പുലർത്തിയവരാണ്. വലിയ ഹദീത്താണ്, വലിയ ഗുണപാഠമുണ്ട്. പെണ്ണുങ്ങളാകുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങൾ, സാധാരണ ഏട്ടത്തി അഞ്ചത്തി അല്ലായ്മ മൂത്തമ്മ, അതൊക്കെ സൗഹൃദം ഉണ്ടാവും. അതിനപ്പുറം കുടുംബം നാടൊന്നും അല്ല, രക്തബന്ധങ്ങളൊന്നുമില്ല. എന്നാൽ രക്തബന്ധമുള്ളവരെക്കാൾ സുദൃഢമായ ബന്ധം സ്ഥാപിച്ച ചില സുഹൃത്തുക്കള്, വലിയ പുണ്യണ്ടെന്നാ. അല്ലാഹു തആല ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.